ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇജു പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 23 ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വെല്ലുവിളികൾ, ചാലഞ്ചസ് ടു ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ നമ്മുടെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയിട്ടും അതുപോലെ ഒരു പൗരന് ജനാധിപത്യ പ്രക്രിയയിലുള്ള പങ്ക് എന്തൊക്കെയാണ്, ഒരു പൗരൻ്റെ പങ്ക് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് എന്താണ് ജനാധിപത്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. അപ്പം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്താണ്, ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലേ. ഇന്ത്യൻ ജനാധിപത്യം എന്താണ്, വേൾഡിൽ തന്നെ നമ്മുടെ ഏറ്റവും നല്ല രീതിയിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. നമുക്കറിയാം, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റെഗുലർ ആയിട്ടുള്ള ഒരു ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ജനാധിപത്യത്തിൻ്റെ മീനിങ് അഥവാ അർത്ഥം എന്താണെന്ന് നോക്കാം. ജനങ്ങൾക്ക് വേണ്ടിയുള്ള, ജനങ്ങളാൽ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന ജനാധിപത്യത്തെ വളരെ കാലം മുൻപ് അമേരിക്കൻ ഐക്യനാടുകളിലെ മുൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ നിർവചിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഭരണം എന്ന് അർത്ഥമാക്കുന്ന ജനാധിപത്യം എന്ന വാക്ക് ഗ്രീക്കുകാരുടെ ഡെമോക്രാറ്റിയ എന്ന പദത്തിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. ഇതിൻ്റെ അർത്ഥം ജനങ്ങളുടെ ഭരണം എന്നാണ്. ഇത് രണ്ട് വാക്കുകളിൽ നിന്നും ഉരുവായതാണ്. ഡെമോസ് എന്ന വാക്കിനർത്ഥം ജനങ്ങൾ എന്നും ക്രറ്റോസ് എന്നതിന് അധികാരം എന്നുമാണ് അർത്ഥം. അതായത് ഒരു ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ നിലനിന്നിരുന്ന ഗവൺമെൻറ്റുകളുടെ, പ്രത്യേകിച്ചും ആഥൻസിലെ ഭരണരീതിയുടെ അടിസ്ഥാനത്തിലാണ്. ജനാധിപത്യത്തെ ഇന്നും നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായതും കാലാകാലങ്ങളിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളിലൂടെ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ പരമാധികാരം ജനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ജനാധിപത്യത്തിൻ്റെ അർത്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്? ജനങ്ങൾക്ക് വേണ്ടിയുള്ള, ജനങ്ങളാൽ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് എന്നാണ് ജനാധിപത്യത്തിൻ്റെ ഈ അമേരിക്കൻ ഐക്യനാടുകളിലുള്ള മുൻ പ്രസിഡന്റ് ആരായിരുന്നു? എബ്രഹാം ലിങ്കൺ നിർവചിച്ചത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള, ജനങ്ങളാൽ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് എന്നാണ് എബ്രഹാം ലിങ്കൺ കുറേ വർഷങ്ങൾക്ക് മുന്നേ നിർവചിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജനങ്ങളുടെ ഭരണം എന്നർത്ഥമാക്കുന്നതാണ് ജനാധിപത്യം. അപ്പം ഈ ഒരു ജനാധിപത്യം എന്നുള്ള വാക്ക്, ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന വാക്ക് ഉരുത്തിരിഞ്ഞ് വന്നത് എവിടെ നിന്നാണ്? ക്രാറ്റിയ എന്നുള്ള വാക്കിൽ നിന്നാണ് ഡെമോക്രസി എന്നുള്ള വേർഡ് ഉദ്ഭവിച്ചത്. അപ്പോൾ ഈ ഒരു ഗ്രീക്കുകാരുടെ ഡെമോക്രാറ്റിയ എന്നുള്ള ഈ ഒരു ടേം ഉദ്ഭവിച്ചത് എങ്ങനെയാണ്? രണ്ട് വാക്കുകളാണത്. അത് ഡെമോസും ക്രറ്റോസും എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് ഡെമോക്രാറ്റിയ എന്നുള്ള ടേം വന്നത്. അപ്പോൾ ഈ ഒരു ഡെമോസ് എന്ന വാക്കിനർത്ഥം എന്താണ്? ജനങ്ങളും. ക്രറ്റോസ് എന്നതിനർത്ഥം എന്താണ്? അധികാരം. അതാണ് ജനങ്ങളുടെ അധികാരം. ഓക്കെ, അപ്പോൾ ജനങ്ങൾക്കാണ് ഡെമോക്രസിയിൽ ജനങ്ങളിലാണ് ഈ ഒരു അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഉദ്ഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ എന്താണ്, റെഗുലറായിട്ട് ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതുണ്ട്. അതാണ് അതിന് ഒന്നാമത്തെ കാരണം, ആ ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്, അതുപോലെ നമ്മുടെ ഒരുപാട് വർഷങ്ങളായിട്ട് എന്താണ്, ഗവൺമെൻറ്റിനെ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ജനങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് സ്റ്റേറ്റ് ലെവലാണെങ്കിലും സെൻട്രൽ ലെവലാണെങ്കിലും എങ്ങനെയാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഒക്കെ എന്താണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. പിന്നെ എന്താണ്, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ് എന്നാണ് ഡെമോക്രസിയുടെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താണ്, ഒരു പ്രത്യേക റെപ്രസെൻറ്റേറ്റീവ് മോഡലായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡെമോക്രസി ഈ ഒരു ഗവൺമെൻറ് നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ അത് മറ്റുള്ള ആളുകൾക്കും മറ്റുള്ള രാഷ്ട്രങ്ങൾക്കും ഒക്കെ ഇതൊരു റെപ്രസെൻറ്റേറ്റീവ് മോഡലാണ് നമ്മുടെ ഈ ഒരു ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഡെമോക്രസി എന്ന് പറയുന്നത് വെറും ഒരു ഗവൺമെൻറ് എന്നുള്ളതിന് പുറമെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ ഫോം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ലെവലായാലും
അതുപോലെ നമ്മുടെ സോഷ്യൽ സിസ്റ്റംസ് ആയാലും ഇക്കണോമിക് ഓർഡർ ആയാലും ഒക്കെ എന്താണ്, ജനങ്ങൾ തന്നെയാണ് അതിൻ്റെ പവറും മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതാണ് ഈ ഒരു ഡെമോക്രസിയുടെ വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഒരു ജനാധിപത്യം അഥവാ ഡെമോക്രസിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, ഫസ്റ്റ് വൺ നിരക്ഷരത. നിരക്ഷരത എന്ന് പറയുമ്പോൾ എന്താണ്? ജനാധിപത്യം വിജയകരമായി പ്രവർത്തിക്കുന്നതിന് നിരക്ഷരത ഒരു വലിയ പോരായ്മയാണ്. പ്രത്യേകിച്ചും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും നിലവിലും നിരക്ഷരത ഒരു വെല്ലുവിളിയായി തുടരുന്നു. ജനാധിപത്യത്തിൻ്റെ വിജയകരമായ പ്രവർത്തനത്തിനും സാമൂഹിക സാമ്പത്തിക വികസനത്തിനും ജനതയുടെ സാക്ഷരതാ നിലവാരം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാലല്ലേ ആളുകൾക്ക് എന്താണ് വോട്ട് ചെയ്യാനും എല്ലാത്തിനും ആ ഒരു സാക്ഷരത ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിയും. അപ്പോൾ അതൊരു പോരായ്മയാണ്, ജനാധിപത്യം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഈ ഒരു നിരക്ഷരത എന്ന് പറയുന്നത്. എഴുതാനും വായിക്കാനും ഒന്നും അറിവില്ലാത്തൊരവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ ഒരു മനുഷ്യൻ്റെ അന്തസ്സിനും മഹത്വത്തിനും വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇന്ത്യയുടെ ഔപചാരിക വിദ്യാഭ്യാസ നിലവാരം സ്വാതന്ത്ര്യലബ്ധി സമയത്ത് തന്നെ വളരെ പിൻപിലായിരുന്നു. 1951 കണക്ക് പ്രകാരം സാക്ഷരതാ നിലവാരം 18.33%, സ്ത്രീ വിദ്യാഭ്യാസ നിലവാരം 8.9% മാത്രമായിരുന്നു. പൗരന്മാർക്ക് അവരുടെ കർത്തവ്യം കാര്യക്ഷമമായി വിനിയോഗിക്കുവാൻ കഴിയുന്നില്ല എന്നും സമ്മതിദാന അവകാശം നന്നായും അർത്ഥവത്തായും വിനിയോഗിക്കാൻ സാധിക്കില്ല എന്നതും പലരും ഭയന്നിരുന്നു. അപ്പം വൺ ഓഫ് ദ മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളികളിൽ ഒന്നാണ് നിരക്ഷരത. അപ്പോൾ അവിടുത്തെ പൗരന്മാർക്ക് എന്താണ്, അവരുടെ വോട്ട്, അവരുടെ ആ ഒരു അവകാശം കർത്തവ്യവും അവരുടെ ഒരു കർത്തവ്യം കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാൻ പറ്റുമോ ഈ ഒരു നിരക്ഷരത കാരണം? അതാണ് അവർ ഭയന്നിരുന്നത്. അതാണ് ഒന്നാമത്തെ വെല്ലുവിളി ജനാധിപത്യം നേരിടുന്നത്, നിരക്ഷരത. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. രണ്ടാമത്തെ ജനാധിപത്യം നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ എന്താണ്? വിശക്കുന്ന ഒരു വ്യക്തിക്ക് വോട്ടവകാശം ഉണ്ടെന്നുള്ളതിന് ഒരർത്ഥമില്ല. അയാൾക്ക് അവർക്ക് പ്രഥമ ആവശ്യം ആഹാരമാണ്. അപ്പോൾ ദാരിദ്ര്യമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. എല്ലാ അസമത്വത്തിൻ്റെയും നിഷേധങ്ങളുടെയും പ്രധാന കാരണം ഇതാണ്. ജനങ്ങൾക്ക് ആരോഗ്യപരവും സംതൃപ്തവുമായ ജീവിതം നിഷേധിക്കുന്ന അവസ്ഥയാണിത്. തീർച്ചയായും ഇത് ബ്രിട്ടീഷുകാരുടെ നീണ്ട ചൂഷണ കൊളോണിയൽ ഭരണമാണ് ഇതിന് കാരണം. കൊളോണിയൽ ഭരണത്തിൻ്റെ ഫലമാണിത്. ഇതൊരു വലിയ പ്രശ്നമായി ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും ഇന്ത്യയിലെ വലിയൊരു ജനവിഭാഗം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്കൊന്നും നിവൃത്തിയില്ലാത്ത ഒരു നിലവാരത്തിലാവുന്നതാണ് ഈ ഒരു ദാരിദ്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് എന്ത്? ഭക്ഷണവും പാർപ്പിടവും വസ്ത്രം എന്നീ ഘടകങ്ങളൊക്കെ. അപ്പോൾ ഇവയിൽ ഈ ഒരു ഭക്ഷണ ലഭ്യതയ്ക്ക് മതിയാകാത്ത വരുമാനം, അതിലും കുറവായി വരുന്നൊരു സിറ്റുവേഷനാണ് ദാരിദ്ര്യം. അപ്പം ജനാധിപത്യം നേരിടുന്ന രണ്ടാമത്തെ മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ദാരിദ്ര്യമാണ്. അപ്പോൾ ഈ ഒരു വസ്ത്രം അതുപോലെ ഭക്ഷണം, ഈ ഒരു ഘടകങ്ങൾക്കൊന്നും പണം തികയാതെ വരുന്ന അവരുടെ വരുമാനം തികയാതെ വരുന്നൊരവസ്ഥയാണ് ഈ ഒരു ദാരിദ്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവർ എന്ന് വിളിക്കുന്നതാണ് ഈ ഒരു വരുമാനം തികയാതെ വരുന്ന ആളുകളെ. അപ്പോൾ പിന്നെ മറ്റു വിധത്തിൽ പ്രസ്താവിച്ചാൽ ഇത് ദാരിദ്ര്യരേഖയുടെ പല ടൈപ്പ് ഡെഫിനേഷൻ പോലെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അയാൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്ക് നിവൃത്തിയില്ലാത്ത വരുമാന സ്ഥിതിയിലാവുന്ന അവസ്ഥയാണ് ഒരു ദാരിദ്ര്യം. ദാരിദ്ര്യരേഖയ്ക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന നിർവചനം ഇപ്രകാരമാണ്: ഒരാൾക്ക് ആവശ്യമായ കലോറി നൽകുന്ന പോഷകപ്രദമായ ഭക്ഷണം വാങ്ങാൻ ആവശ്യമായ വരുമാനമില്ലാത്ത അവസ്ഥ എന്നാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എത്തുന്നതിന് ഒരാൾക്ക് ഗ്രാമപ്രദേശങ്ങളിൽ ശരാശരി 2400 കലോറിയും നഗരപ്രദേശങ്ങളിൽ ശരാശരി 2200 കലോറിയും ഒരു ദിവസത്തെ ഉപയോഗത്തിന് ആവശ്യമാണ്. അപ്പം ആ ഒരു കലോറിയിലുള്ള പോഷകാഹാരങ്ങൾ അവർക്ക് വാങ്ങിക്കാൻ കഴിയാത്ത ആ ഒരു സിറ്റുവേഷൻ, അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത, അവർക്ക് വേണ്ട ബേസിക്കായിട്ട് അവർക്ക് വേണ്ട അവരുടെ നീഡ്സ് ആയിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, കാര്യങ്ങളൊന്നും ആ ഒരു ഘടകങ്ങളൊന്നും അവർക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാനോ അവർക്ക് അതിന് ആ ഒരു കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ട പണം ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ദാരിദ്ര്യം. അതാണ് രണ്ടാമത് ജനാധിപത്യം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി. ഇനി അടുത്ത ഒരു
വെല്ലുവിളിയാണ് സ്ത്രീ പുരുഷ വിവേചനം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള വിവേചനം നിലനിൽക്കുന്നു. നമ്മുടെ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഇതുപോലെയുള്ള സ്ത്രീ പുരുഷ വിവേചനത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെട്ടിരിക്കും. പക്ഷേ ജനാധിപത്യത്തിൽ സ്ത്രീ പുരുഷ സമത്വം കാതലായ ഒരു തത്വമാണ്. രാജ്യത്ത് സ്ത്രീക്കും പുരുഷനും തുല്യതയും സ്ത്രീക്കെതിരായ യാതൊരു വിവേചനവും പാടില്ലെന്നും ഇന്ത്യൻ ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ മൗലിക അവകാശങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു നിർദ്ദേശക തത്വങ്ങളിലോ ഇതിലൊക്കെ ഈ ഒരു കാര്യം എന്താണ്, സ്ത്രീ പുരുഷ വിവേചനം പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ. ഈ റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, അതുപോലെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ എന്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ ഒരു 6 നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ കൃത്യമായിട്ട് ഈ ഒരു സ്ത്രീ പുരുഷ വിവേചനം, എല്ലാത്തിനും സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, നമ്മുടെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾ കാണുന്നതിനുള്ള അവകാശം ഒക്കെ നമ്മുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശമാണ് നമ്മുടെ ആദ്യമായിട്ട് മൗലിക അവകാശത്തിൽ കൊടുത്തിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്താണ് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സ്ത്രീ പുരുഷ വിവേചനം പാടില്ല എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ത്രീ പുരുഷ വിവേചനമാണ് അടുത്ത ഒരു മൂന്നാമതായിട്ട് വരുന്നൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ജനാധിപത്യം നേരിടുന്ന ഒരു ചാലഞ്ചാണ് ജാതി ചിന്ത, വർഗീയത, മതപര മൗലികവാദങ്ങളൊക്കെ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഭരണഘടനാ പ്രകാരം നിരോധനമുണ്ടായിട്ടും ജാതി വ്യവസ്ഥിതിയുടെ ഫലമായിട്ട് സമൂഹത്തിൽ എന്താണ് തൊട്ടുകൂടായ്മയും അതുപോലെയുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ തുടരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും മറ്റ് സാമൂഹ്യ അവകാശങ്ങളും നിഷേധിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഈ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ കൊണ്ട് ഏറ്റവും കഠിനമായതും ആകർഷണീയമല്ലാത്തതുമായിട്ടുള്ള ജോലികൾ ചെയ്യിക്കുക, രാഷ്ട്രീയ ജനാധിപത്യ നടപടികളിലും ജാതി ചിന്ത ഒരു നിഷേധാത്മകമായ ഒരു പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കുപ്രസിദ്ധമായ രീതികളിലൂടെ ജാതി ചിന്ത ചൂഷണം ചെയ്യപ്പെടുകയാണ് ഇപ്പോഴും. അപ്പോൾ ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥിതികളെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളിലും ജാതി ചിന്ത വിപരീതമായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ഏറ്റവും മനുഷ്യത്വരഹിതവും തിരസ്കരിക്കേണ്ടതുമായിട്ടുള്ള തൊട്ടുകൂടായ്മയാണ് എന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലെ സമത്വത്തിനുള്ള മൗലിക അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ഒത്തുകൂടാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാകാനുള്ള അവകാശം, സ്വതന്ത്രങ്ങളായിട്ടുള്ള മാധ്യമവും അച്ചടികളും കൂടാതെ നിയമനിർമ്മാണ സമിതികളും ജാതീയതയുടെ പേരിൽ ദുരുപയോഗം ചെയ്യുന്നു. അതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ജാതി ചിന്ത, വർഗീയത, മതപരമായിട്ടുള്ള മൗലികവാദങ്ങളൊക്കെ. നമുക്കറിയാം നമ്മുടെ ഉത്തര ഇന്ത്യയിലൊക്കെ ഇപ്പോഴും എന്താണ് ഈ ഒരു ജാതി വേർതിരിവും വർഗീയതയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരിടുന്നൊരു പ്രധാനമായിട്ടുള്ള ഒരു വേർതിരിവ് തന്നെയാണ് ഈ ഒരു ജാതി ചിന്ത, അതുപോലെ ഈ ഒരു മൗലികവാദങ്ങളൊക്കെ. ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരുടെ ചിന്താഗതികളും എല്ലാം നമ്മൾ ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം രാജ്യം എത്ര വളർന്നു എന്ന് അഭിമാനിക്കുമ്പോഴും എന്താണ് അവിടെയും ജാതീയമായിട്ടുള്ള വിവേചനമൊക്കെ എന്താണ് ഇന്നും മാറിയിട്ടില്ല, ഇന്നും അത് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ നമുക്കറിയാം ഈ താഴെ തട്ടിലുള്ള ദളിതരുടെയും അതുപോലെ പട്ടികവർഗക്കാരുടെ വിഭാഗത്തെയൊക്കെ എന്താണ് ഇന്നും പല മേഖലകളിലും എന്താണ് മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എന്താണ് അവർക്ക് എന്താണ് അവരുടേതുപോലെ റൈറ്റ്സ് ഉണ്ട്, തുല്യമായിട്ടുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ടെന്ന് എന്താണ് മറ്റുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളും എന്താണ് കുറച്ചും കൂടെ അപ്വേർഡ് ആയിട്ടുള്ള ആളുകൾ എന്താണ് അത് തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ് അതാണ് ഒരു ജാതീയമായിട്ടുള്ളൊരു ചിന്ത എന്ന് പറയുന്നത്. പിന്നെ വർഗീയത എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വർഗീയത എന്താണ് ഏറ്റവും അപകടകരമായിട്ടുള്ള രീതിയിലുള്ളൊരു കാര്യം തന്നെയാണ് വർഗീയത എന്ന് പറയുന്നത്. എല്ലാ മതങ്ങൾക്കും എന്താണ് അവിടെ തുല്യ അധികാരവും ഉണ്ട്, തുല്യ അവകാശവും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് മതേതരത്വമാണ്. ജനാധിപത്യത്തിൻ്റെ മുഖ്യ മുഖമുദ്ര എന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണ്. നമ്മളെല്ലാവരുടെ മതങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുകയും എല്ലാത്തിലും അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ എതിർക്കാതെ അവർക്ക് അവരുടേതായ മതത്തിൽ വിശ്വസിക്കാനൊക്കെയുള്ള അധികാരമുണ്ട്. അതാണ് പറയുന്നത് മതേതരത്വമാണ് ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര. പക്ഷെ എന്താണ് ഈ ഒരു അന്ധമായിട്ടുള്ള മതവിശ്വാസികളൊക്കെ എന്താ ചെയ്യുന്നത്? വർഗീയതയിലേക്ക് വഴിമാറ്റി കൊണ്ടുവരുന്നതാണ്. അത് ഒരു വലിയൊരു സംഘർഷത്തിലോട്ട്
പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ നിലനിൽപ്പിന് തന്നെ അതെന്താണ്, അപകടമാണ്. രണ്ട് ചേരികളായി തിരിഞ്ഞാൽ തന്നെ എന്താണ്, വളരെ വലിയ വർഗീയത പിന്നെ തന്നെ അപകടമാണ്. പിന്നെ ഒരു കാര്യം എന്താണ്, മതപരമായ മതമൗലികവാദം എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു വലിയൊരു അപകടമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു മതമൗലികവാദം എന്താണ്, നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങളെയൊക്കെ എതിർക്കുകയും പിന്നെ അവരവരുടെ വിശ്വാസങ്ങളിലേക്ക് മടങ്ങുവാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ് മതമൗലികവാദം. അപ്പോൾ ഇത്തരം മതമൗലികവാദങ്ങളാണ് പലപ്പോഴും എന്താണ്, നമ്മുടെ സാമുദായികമായിട്ടുള്ള സംഘർഷങ്ങളിലേക്കും വലിയ വലിയ കലാപങ്ങളിലേക്കും ഒക്കെ വഴിതെളിക്കുന്നത് ഈ ഒരു മതമൗലികവാദങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്, നമ്മുടെ ജനാധിപത്യം നേരിടുന്നൊരു വലിയൊരു സംഘർഷം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഓക്കെ, ഇനി ഇതവിടെ വർഗീയത കൂടെ കൊടുത്തിട്ടുണ്ട്. വർഗീയത എന്ന് പറയുമ്പോൾ എന്താണ്, വർഗീയതയും മതമൗലികതയും വളരെ അപകടകരമായും ഭയപ്പെടുത്തുന്നതും നിലയിലും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അപ്പോൾ നമ്മുടെ മതസമൂഹത്തിൽ ഇവ സഹവർത്തിത്വത്തെ ശിഥിലമാക്കുന്നു. വർഗീയത ആണ് കേട്ടോ ഇവിടെ കൊടുത്ത, വർഗീയത എന്ന പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. വർഗീയത ഇന്ത്യയുടെ ദേശീയതയ്ക്കും വളർന്നു വരുന്ന മതേതര സംസ്കാരത്തിനും കനത്ത പ്രഹരങ്ങളായി നിലകൊള്ളുന്നു. ഇത് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രീയ നിലനിൽപ്പിനെതിരായിട്ടും നമ്മുടെ മഹത്തായ പാരമ്പര്യമായ മാനവികതയ്ക്കും സമ്മിശ്ര സംസ്കാരത്തിനും വിപരീതമായി വർത്തിക്കുന്നു. അപ്പം മിക്കപ്പോഴും വർഗീയത തെറ്റായി മതപരമായതോ അല്ലെങ്കിൽ യാഥാസ്ഥിതിക നിലപാടിനെയോ ആക്കി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു മതവിശ്വാസത്തോടെ അല്ലെങ്കിൽ മതവിഭാഗത്തോടുള്ള ചായ്വ് ഒരിക്കലും മതമൗലികവാദം അല്ല. ഒന്നിൽ വിശ്വസിക്കുന്നതോ അതൊന്നും ഒരു കുറ്റമായിട്ടുള്ള കാര്യമല്ല, പക്ഷെ അതിനെ തീവ്രമായിട്ട് അത് മറ്റുള്ളവരെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഭയങ്കര വർഗീയത എന്ന് പറയുന്നത്. അവരുടേത് മാത്രമാണ് നല്ലത്, അതിൽ ഉറച്ചു വിശ്വസിച്ച് മറ്റുള്ളവരെ ഒന്നും നമ്മുടെ സഹജീവിയാണെന്നുള്ള പരിഗണന ഇല്ലാതെ പെരുമാറുന്നത് അതൊക്കെ വർഗീയത തന്നെയാണ്. ഡിസ്കസ് ചെയ്തത് തന്നെയാണ് കേട്ടോ മതമൗലികവാദം. ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ജനാധിപത്യത്തിൽ പൗരൻ്റെ പങ്ക് എന്ത് എന്നാണ്. അപ്പോൾ എന്താണ് ജനാധിപത്യത്തിൽ പൗരൻ്റെ പങ്ക്? അപ്പോൾ നമുക്കറിയാം എല്ലാ പൗരന്മാർക്കും 18 വയസ്സ് പൂർത്തിയായവർക്ക് എന്താണ്, വോട്ടവകാശത്തിനുള്ള അധികാരമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഒരു പൗരൻ ഒരു ജനാധിപത്യത്തിൽ പങ്ക് ചേരുന്നത് വോട്ടിങ്ങിലൂടെയാണ്. നമുക്ക് നോക്കാം, ആ ഒരു പങ്കാളിത്തമാണ് ഫസ്റ്റ് വരുന്നത്. എങ്ങനെയാണ് പൗരൻ്റെ ആ ഒരു പങ്കാളിത്തം എന്ന് നോക്കാം. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു പൗരൻ്റെ കാതലായ ചുമതല പൊതുജീവിതത്തിൽ പങ്കെടുക്കുക എന്നതാണ്. തെരഞ്ഞെടുപ്പ് വേളകളിൽ പൗരൻ അവൻ്റെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് പൊതുവായി പാലിക്കേണ്ടതായ പങ്ക്. ബുദ്ധിപരമായി ഇതിനായി ഓരോ പൗരനും വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും ശ്രദ്ധിക്കുകയും കേൾക്കുകയും വിലയിരുത്തുകയും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യണം. ഇലക്ഷൻ കമ്മീഷൻ ഓരോ തെരഞ്ഞെടുപ്പിനു ശേഷവും രേഖപ്പെടുത്തുന്നതിൽ പ്രകാരം കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രമേ സമ്മതിദാന അവകാശം നിർവഹിക്കുന്നുള്ളൂ. തിരഞ്ഞെടുപ്പിലൂടെയുള്ള പങ്കാളിത്തം സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ ആളുകൾക്ക് അവബോധമുണ്ടാക്കുന്നു. അപ്പോൾ ജനാധിപത്യ സമ്പ്രദായത്തിൽ പങ്കെടുക്കുന്നത് വോട്ട് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരു പ്രധാന പങ്കാളിത്തം രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം നേടുക എന്നതാണ്. അതുകൂടാതെ പൗരസാമൂഹിക സംഘടനകൾ എന്നറിയപ്പെടുന്ന സ്വതന്ത്ര ഗവൺമെൻറ് സംഘടനയിൽ അംഗങ്ങളോ ആവണം. ഈ വിധ സംഘടനകൾ വിവിധ താല്പര്യമുള്ളവരുടെ ഉദാഹരണമായിട്ട് സ്ത്രീകൾ, കുട്ടികൾ, കൃഷിക്കാർ, ജോലിക്കാർ, ഡോക്ടർമാർ, അധ്യാപകർ, വ്യാപാരികൾ, മതവിഭാഗക്കാർ, മനുഷ്യാവകാശ പ്രവർത്തകർ ഇതുപോലെയുള്ള സംഘടനകൾ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രവർത്തിക്കുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് ആ ഒരു പൗരൻ്റെ പങ്ക് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ പൗരൻ്റെ പങ്ക് എന്ന് പറയുന്നത് പൗരൻ്റെ ഒരു ചുമതല അല്ലെങ്കിൽ കർത്തവ്യമാണ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വോട്ടവകാശം എന്താണ്, കൃത്യമായി വിനിയോഗിക്കുക. നമുക്ക് അത് നമ്മുടെ ഒരു അവകാശം അല്ലെങ്കിൽ നമ്മുടെ ഒരു റൈറ്റാണ്, അത് നമ്മൾ കൃത്യമായി വിനിയോഗിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണത് വിനിയോഗിക്കേണ്ടത്? നമ്മൾ ബുദ്ധിപരമായിട്ട് വേണം ഒരു വോട്ട് പാഴാക്കാതെ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് വേണം ഒരാൾക്ക് വോട്ട് ചെയ്യാൻ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടി, അപ്പോൾ അത് ഏത് പാർട്ടിയാണോ ആ ഒരു പാർട്ടിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് നോക്കിയിട്ടാണല്ലോ നമ്മൾക്ക് ഒരു പാർട്ടി ഒരു ഇതിനോട് വരിക. അവർ ചെയ്യുന്ന നന്മകളും അവർ ചെയ്യുന്ന ഉപകാരങ്ങളൊക്കെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടാണ് നമ്മളൊരാൾക്ക് വോട്ട് ചെയ്താൽ അത് നമുക്ക് ഗുണം ചെയ്യുമോ എന്ന് നോക്കിയിട്ടാണ് ഏതൊരു വ്യക്തിയും അവരുടെ വോട്ട് വിനിയോഗിക്കുക. അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥികളെ ശ്രദ്ധിക്കുക, അവർ പറയുന്നത് കേൾക്കുക, അവരെ വിലയിരുത്തുക. അങ്ങനെയാണ് നമ്മളൊരാൾക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു പൗരൻ്റെ ഫസ്റ്റ് വരുന്ന പങ്കാളിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് എന്താണ് വ്യവസ്ഥയെ ഉത്തരവാദിത്തമുള്ളതാക്കുക. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക എന്നതുകൊണ്ട് മാത്രം പങ്കാളിത്തം മതിയാകുകയില്ല. ജനാധിപത്യം ഉത്തരവാദിത്തവും പ്രയോജനകരവുമാകുന്നതിന് പൗരൻ പ്രവർത്തിക്കണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഭരണനിർവഹണത്തെ ഭരണനിർമ്മാണവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ, പഞ്ചായത്തി രാജിലെ അവരുടെ പ്രതിനിധികൾ, മുനിസിപ്പാലിറ്റിയിലെ അംഗങ്ങൾ എന്നിവർ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് പൗരന് വിലയിരുത്തണം. 2005 വിവരാവകാശ നിയമം നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും അവകാശം ശരിയായ നിലയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഓരോ പൗരനും പൊതുവായ പ്രശ്നങ്ങൾ അറിയുന്നതിനും രാഷ്ട്രീയ നേതാക്കൾക്കാർക്കും പ്രതിനിധികളും അവരുടെ അധികാരം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും പൗരന് തൻ്റെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും രേഖപ്പെടുത്തുന്നതിനും ഒക്കെ അവകാശമുണ്ട്. ഗവൺമെൻറ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എന്ന് മാധ്യമങ്ങൾ വഴി അറിയിക്കുന്നതിനും തങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും ഗവൺമെൻറ്റിനെ അറിയിക്കുന്നതിനും പൗരന് അവകാശമുണ്ട്. എന്നിട്ടും ഗവൺമെൻറ് തങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ല എങ്കിൽ പൗരന് പ്രതിഷേധിക്കാം, സമാധാനപരമായിട്ട് സത്യാഗ്രഹം നടത്താം. നിയമലംഘനം അല്ലെങ്കിൽ നിസ്സഹകരണ പ്രതിഷേധം പ്രകടനം വഴി ഗവൺമെൻറ്റിനും ഉളവാക്കാനും സാധിക്കും. ഓക്കെ, അപ്പം നമ്മുടെ പങ്കാളിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നമ്മുടെ വോട്ട് അറിയിക്കുക. അപ്പോൾ വോട്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. ഇൻ കേസ് നമ്മുടെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് തരുന്ന ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. ഈ ഒരു വാഗ്ദാനങ്ങളൊന്നും അവരെ നിറവേറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെതിരെ പ്രതിഷേധിക്കാനും അതുപോലെ അവർ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ഫങ്ഷൻ ചെയ്ത് പോകുന്നതെങ്കിൽ നമുക്ക് മാധ്യമങ്ങൾ വഴി അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും അതുപോലെ നമ്മുടെ അഭിപ്രായങ്ങളും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഗവൺമെൻറ്റിനെ അറിയിക്കാൻ പൊതുമാധ്യമങ്ങൾ വഴിയൊക്കെ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വ്യവസ്ഥിതി ഈ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കാൻ സഹായിക്കും. അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്യാനോ ഒന്നും കൂടെ ബോധവാന്മാരാവുകയും ചെയ്യും. അപ്പം അവരെന്തെങ്കിലും നിയമലംഘനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെതിരെ പ്രതിഷേധിക്കാം. നമ്മുടെ പ്രതിഷേധം അവരെ ഗവൺമെൻറ്റിനെ അറിയിച്ച് അതിലൂടെ അവർക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം ഉള്ളവരാക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു പങ്കാളിത്തം ഒരു പൗരൻ എന്ന സ്ഥിതിക്ക് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ ഒരു പങ്ക് തന്നെയാണ് അതും. ഇനി കടമകൾ നിറവേറ്റുക. അടുത്ത പോയിന്റാണ് കടമകൾ നിറവേറ്റുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വോട്ട് രേഖപ്പെടുത്തുകയോ വ്യവസ്ഥിതി ഉത്തരവാദിത്തമുള്ളതാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പങ്ക് ഒരു പൗരനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പല ആളുകളും ചിന്തിക്കുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാം അനുവദിക്കുന്ന ഒരു വ്യവസ്ഥിതി എന്നാണ്. എല്ലാ മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇത് സമൂഹത്തിൻ്റെ നിലയെ താളം തെറ്റിക്കുകയും പരിഷ്കാരത്തേക്കാൾ വ്യവസ്ഥിതി പതനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ നിലയിൽ ഇത് ജനാധിപത്യത്തിന് എതിരായ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. സ്വാതന്ത്ര്യം എന്നത് പരമാധികാരമാണെന്ന് ഓരോ പൗരനും ഒരിക്കലും കരുതരുത്. നിങ്ങൾക്കും ചില കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മറ്റുള്ളവരുടെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമുക്കും നമ്മുടെ കുറച്ച് കടമകളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്വാതന്ത്ര്യവും നമ്മുടെ പരമാധികാരം ആണെന്ന് മാത്രം കരുതരുത്. നമ്മുടെ അവകാശം നേടിയെടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ അവകാശം ലംഘിച്ചുകൊണ്ടായിരിക്കരുത് എന്നുള്ളൊരു പൂർണ്ണ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പൗരൻ്റെ പങ്ക് എന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത്? അപ്പോൾ ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ഒരു പൗരൻ അവൻ്റെ ചിന്തയിലും അവരുടെ പ്രവർത്തനത്തിലും അവരുടെ സമത്വവും സ്വാതന്ത്ര്യവും മതേതരത്വവും സാമൂഹിക നീതിയും അവരുടെ ഉത്തരവാദിത്തം എന്നിവയുള്ള ഒക്കെ ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ഈ ഒരു പൗരന് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ അവർ ബഹുമാനിക്കുകയും അവൻ്റെ ഉത്തരവാദിത്വം ജനാധിപത്യ രീതിയിൽ നിർവഹിക്കുകയും വേണം. അതാണ് നമ്മൾ വോട്ടിങ്ങിലൂടെ നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു പൗരൻ്റെ പൊതുവായിട്ടുള്ളൊരു കാതലായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷനിൽ നമ്മുടെ വോട്ട് അറിയിക്കുക എന്നതാണ്. അതുപോലെ ഈ ഒരു പാർട്ടി സ്ഥാനാർത്ഥികളെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവരെ വിലയിരുത്തുകയും ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനം എടുക്കുകയും ഒക്കെ വേണ്ടതാണ് ഒരു പൗരൻ്റെ കടമയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പൗരൻ്റെ പങ്ക് എന്ന് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെ വെല്ലുവിളികളാണ്? നിരക്ഷരത നേരിടുന്നുണ്ട്, ദാരിദ്ര്യം, നമ്മുടെ സ്ത്രീ പുരുഷ വിവേചനം, ജാതി ചിന്ത, വർഗീയത, മതമൗലികവാദങ്ങൾ,
അങ്ങനെ പലതരത്തിലുള്ള അഴിമതികൾ, ഇതൊക്കെയായിരുന്നു നമ്മൾ ജനാധിപത്യം നേരിടുന്ന മറ്റ് വെല്ലുവിളികൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ വെല്ലുവിളികളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.